1984 ഡിസംബർ 2. ഒരു സാധാരണ രാത്രിയിൽ മധ്യപ്രദേശിലെ ഭോപ്പാൽ നഗരം ശാന്തമായി ഉറങ്ങിക്കൊണ്ടിരുന്നു. കുട്ടികൾ അവരുടെ സ്വപ്നങ്ങളിലെ, മാതാപിതാക്കൾ നാളെയുടെ പ്രതീക്ഷകളോടെയെ. ആരും അറിഞ്ഞില്ലാല ആ രാത്രി അവരുടെ ജീവിതം പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുകയാണെന്ന്. നഗരത്തിന്റെ നടുവിൽ ഒരു വലിയ രാസഫാക്ടറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. യൂണിയൻ കാർബൈഡ് ഇവിടെ നിർമ്മിച്ചിരുന്നത് കീടനാശിനികളായിരുന്നു. എന്നാൽ അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്നത് വളരെ അപകടകരമായ ഒരു വിഷവാതകം, മീഥൈൽ ആസോസേനേറ്റ്. ഒരു ചെറിയ പിഴവ് പോലും ആയിരക്കണക്കിന് ജീവനുകൾ നഷ്ടമാക്കാൻ കഴിയുന്ന രാസവസ്തു. ആ രാത്രിയില ഫാക്ടറിയിലെ ഒരു ടാങ്കിലേക്ക് വെള്ളം കയറി. അത് ഒരു സാധാരണ പ്രശ്നമല്ലായിരുന്നു. അതോടെ ഒരു അപകടകരമായ രാസപ്രതികരണം ആരംഭിച്ചു. ടാങ്കിന്റെ താപനില ഉയരാൻ തുടങ്ങി. മർദ്ദം കൂടുകയും ചെയ്തു. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന സുരക്ഷാ സംവിധാനങ്ങളിൽ പലതും പ്രവർത്തിച്ചിരുന്നില്ല. ചില അലാറങ്ങൾ പ്രവർത്തിച്ചില്ല. ചില സുരക്ഷാ ഉപകരണങ്ങൾ ഓഫാക്കിയ നിലയിൽ ആയിരുന്നു. ചില തൊഴിലാളികൾക്ക് പ്രശ്നം മനസ്സിലായെങ്കിലും അതിന്റെ ഭീകരത അവർക്ക് മനസ്സിലായിരുന്നില്ല. ചില നിമിഷങ്ങൾക്കുള്ളിൽ അവസ്ഥ നിയന്ത്രണാതീതമായി. ടാങ്ക് അമിതമർദ്ദത്തിൽ എത്തിയേ. പിന്നെ ഒരു നിമിഷം വിഷവാതകം പുറത്തേക്ക് പൊട്ടിത്തെറിച്ചു. കാണാനാവാത്ത, പക്ഷേ അത്യന്തം അപകടകരമായ ഒരു വിഷവാതകം. നൗധാൽ. അത് പതുക്കെ ആകാശത്തിലേക്ക് ഉയർന്നു. പിന്നെ കാറ്റിനൊപ്പം നഗരത്തിലേക്ക് പടർന്നു. ആ സമയത്ത് ഭോപ്പാൽ നഗരം ഉറക്കത്തിലായിരുന്നു. ആളുകൾക്ക് ഒന്നും അറിയില്ലായേ. പക്ഷേ കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ അവരെ കൊല്ലാൻ പോകുന്ന വാതകം അവരുടെ വീടുകളിലേക്ക് കടന്നുകയറി. ആദ്യമായി ആളുകൾക്ക് തോന്നിയത് കണ്ണിൽ കുത്തുന്നതുപോലെ ഒരു വേദന. കണ്ണുകൾ തുറക്കാൻ കഴിയാതെ ചിലർ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു. ശ്വാസം എടുക്കാൻ കഴിയാതെ നെഞ്ചു കത്തുന്നതുപോലെ കഴുത്തു പിടഞ്ഞു. കുട്ടികൾ കരയാൻ തുടങ്ങി. അമ്മായ ശ്വാസം കിട്ടുന്നില്ലാതായേ. മാതാപിതാക്കൾ ഭയന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് ആരും മനസ്സിലാക്കിയില്ല. അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി. തെരുവുകളിൽ ആയിരക്കണക്കിന് ആളുകൾ. എല്ലാവരും ഒരേ ദിശയിൽ ഓടുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ലായിരുന്നു. കാരണം വായുവിൽ തന്നെ വിഷം നിറഞ്ഞിരുന്നു. വീണു. ചിലർ കുടുംബത്തെ പിടിച്ച് ഓടാൻ ശ്രമിച്ചു. പക്ഷേ അവരുടെ ശ്വാസം അവരെ വഞ്ചിച്ചു. ശരീരം അവരെ വിട്ടുമാറി. ചിലർ റോഡിനരികിൽ തന്നെ മരിച്ചു. ചിലർ വീടിന്റെ വാതിൽക്കൽ വീണു. ചിലർ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിച്ചു തന്നെ ജീവൻ നഷ്ടപ്പെടുത്തി. ആ രാത്രിയില നിലവിളികൾ കൊണ്ട് നിറഞ്ഞിരുന്നു. സഹായത്തിനായി വിളിക്കുന്ന ശബ്ദങ്ങൾ, കരച്ചില്, ഭയംല് എല്ലാം ചേർന്ന് ഒരു ദുരന്തമായി മാറി. ആശുപത്രികൾ നിറഞ്ഞു. ഡോക്ടർമാർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ല. രോഗികൾ നിരയായി എത്തുന്നു. കണ്ണുകൾ ചുവന്നത്, ശ്വാസം കിട്ടാത്തത്. ചിലർ എത്തുന്നതിനിടയിൽ തന്നെ മരിച്ചു. അടുത്ത ദിവസം രാവിലെ സൂര്യൻ ഉദിച്ചു.